നമസ്കാരം. ഹായ് കൂട്ടുകാരി, നിങ്ങൾ കഥ കേൾക്കാൻ കാതോർത്തിരിക്കുകയാണല്ലേ? എന്നാൽ കേട്ടോളൂ, ഞാൻ ഒരു കഥ പറയാം. ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് വാനമ്പാടിയുടെ ആത്മത്യാഗം. പണ്ട് പണ്ട് എന്ന് വച്ചാൽ വളരെ പണ്ട്, രാജാവിന്റെ കൊട്ടാരത്തിൽ മനോഹരമായി പാട്ട് പാടുന്ന ഒരു വാനമ്പാടി ഉണ്ടായിരുന്നു. വാനമ്പാടിയുടെ പാട്ട് കേൾക്കാൻ എല്ലാവർക്കും ഒക്കെ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം ഒരു വനദേവത വാനമ്പാടിയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, നിന്റെ പാട്ടുകളെല്ലാം നമുക്കിഷ്ടമായി, അതുകൊണ്ട് നിനക്ക് ഞാൻ 3 വരങ്ങൾ തരാം. നിനക്ക് ആവശ്യമുള്ളപ്പോൾ ഈ 3 വരങ്ങൾ ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് വനദേവത അപ്രത്യക്ഷമായി. അപ്പോൾ വാനമ്പാടി ആലോചിച്ചു, എനിക്ക് നല്ല വീടുണ്ട്, ആവശ്യത്തിന് ഭക്ഷണമുണ്ട്, എനിക്ക് നല്ല കൂട്ടുകാരും, പിന്നെന്തിനാണ് ഈ വരങ്ങൾ? ഇതെന്റെ കൂട്ടുകാർക്ക് വേണ്ടി ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് വാനമ്പാടി അവിടുന്ന് പറന്നുപോയി. കുറെ ദിവസങ്ങൾക്ക് ശേഷം ഒരു പ്രാപ്പിടീൻ അവിടെ എത്തിച്ചേർന്നു. പ്രാപ്പിടി ഓരോ ദിവസവും ഓരോരോ പക്ഷികളെയും റാഞ്ചെടുത്ത് കൊത്തി തിന്നുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം വയലിൽ കുഞ്ഞിത്തത്ത നെൽമണി കൊത്തി തിന്നുകയായിരുന്നു. പെട്ടെന്ന് പ്രാപ്പിടിയിൽ നിന്നും കുഞ്ഞിത്തത്തെ റാഞ്ചിയെടുത്തു. കുഞ്ഞിത്തത്ത രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് നിലവിളിച്ചു. ഈ തത്തയുടെ കരച്ചിൽ വാനമ്പാടി കേട്ടു. വാനമ്പാടി പറഞ്ഞു, അയ്യോ പാവ തത്ത, എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പറഞ്ഞ് വാനമ്പാടിയുടെ വരം ഉപയോഗിക്കാമെന്ന് വാനമ്പാടി വിചാരിച്ചു. തത്ത രക്ഷപ്പെടട്ടെ. തത്ത അങ്ങനെ രക്ഷപ്പെട്ടു. അപ്പോൾ പ്രാപ്പിടി ചെന്ന ഒരു പ്രാവിനെ കൊത്തിയെടുത്ത് റാഞ്ചി. അപ്പോൾ വീണ്ടും വാനമ്പാടി പറഞ്ഞു, പ്രാവും രക്ഷപ്പെടട്ടെ. പ്രാവും അങ്ങനെ രക്ഷപ്പെട്ടു. ഇനി ഒരു വരമേ ബാക്കിയുള്ളൂ, അതുകൊണ്ട് എന്തു ചെയ്യും? അപ്പോൾ വാനമ്പാടി പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കാൻ ഞാൻ തയ്യാറാണ്, എന്റെ ജീവൻ ബലിയർപ്പിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് വാനമ്പാടി ഉയർന്ന മരച്ചില്ലേ കയറിയിരുന്ന് നല്ലൊരു പാട്ട് പാടി. ഇതുവരെ പാടിയതിനേക്കാൾ അതിഗംഭീരമായിരുന്നു ആ പാട്ട്. ആ പാട്ട് പ്രാപ്പിടിയൻ കേട്ടു. പ്രാപ്പിടിയൻ വന്നിട്ട് ആലോചിച്ചു, എല്ലാ ഇരകളെയും രക്ഷിക്കുന്ന ഇവരാകട്ടെ ഇന്നത്തേരാ എന്ന് പറഞ്ഞ് വാനമ്പാടിയെ പ്രാപ്പിടിയൻ കൊത്തിയെടുത്ത് റാഞ്ചി. ഇത് വേദന കൊണ്ട് പിടഞ്ഞ വാനമ്പാടി ഒരു വരമേ ബാക്കിയുള്ളൂവെന്ന് അറിഞ്ഞു. വാനമ്പാടി പറഞ്ഞു, ഇതെന്റെ കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കും എന്ന് പറഞ്ഞ് വാനമ്പാടി പറഞ്ഞു, എന്റെ മാംസം വിഷമുള്ളതാകട്ടെ എന്ന് പറഞ്ഞ് വാനമ്പാടി പിടഞ്ഞ് മരിച്ചു. ഇതൊന്നും അറിയാതെ പ്രാപ്പിടിയൻ ആർത്തിയോടെ വാനമ്പാടിയെ കൊത്തിത്തിന്നു. വാനമ്പാടിയെ കൊത്തിത്തിന്ന സമയം വാനമ്പാടിയിലെ മാംസത്തിലുണ്ടായിരുന്ന വിഷങ്ങൾ അകത്തേക്ക് പോകുകയും പ്രാപ്പിടിയൻ മരിച്ചു വീഴുകയും ചെയ്തു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്? നിങ്ങളുടെ കൂട്ടുകാരനെ വാനമ്പാടിയെ പോലെ നിങ്ങളുടെ ജീവൻ ബലികഴിപ്പിക്കുക, അതാണ് യഥാർത്ഥ സ്നേഹം. നന്ദി.